മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ മലയാളത്തിൽ എണ്ണം പറഞ്ഞ സംവിധായകന്മാരിൽ ഒരാളായിരിക്കുക തന്നെ ചെയ്യും. വിജയരാഘവൻ ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമയുടെ തുടക്കം മുതൽ ഇട്ട് വരുന്ന ചില ഡോട്ട്സ്, ആ ഡോട്ട്സിനെ എല്ലാം ഏറ്റവും അവസാനം ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് മികച്ച തിരക്കഥ. സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എലമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സിനിമയുടെ തിരക്കഥയാണ്. കാരണം അസാധ്യ റൈറ്റിംഗ് ആണ്. ബഹുൽ രമേശ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഗംഭീര എഴുത്താണ് മച്ചാനെ, നിങ്ങൾ വേറെ ലെവൽ എഴുത്താണ്. അതായത് തുടക്കം തൊട്ട് ഒരു സിനിമയും ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അതിനെ ഈ സിനിമയിലൂടെ അല്ലെങ്കിൽ ഈ റൈറ്റിങ്ങിലൂടെ നിങ്ങൾക്കത് ഗംഭീരമായിട്ട് സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതലേ കുറച്ച് കഥാപാത്രങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ അവർക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് ടോട്ടലി അവിടെ സംഭവിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു സംഭവം പോലെ നമ്മൾ അവരിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഈ കഥയെ കണ്ടുകൊണ്ടിരിക്കും. ഈ കഥയുടെ ഒരു ബിൽഡപ്പ്, ഒരു ഗ്രോത്ത് ഉണ്ട്. അതിങ്ങനെ പെതുക്കെ ഒരു സ്ലോ ബേൺ ആണ്. ഇങ്ങനെ കയറി 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 പോയിട്ട് എല്ലാം കൂടെ ഒരു കത്തലുണ്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാലും പോരാ. ഒരു വാക്കുകൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല ഈ സിനിമയുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഒരു വാക്കി തീർക്കാൻ പറ്റൂല. അത്രയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് മെസ്മറൈസ് ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ ഒരു ഞെട്ടിച്ച ഒരു അസാമാന്യ തിരക്കഥയും അസാമാന്യ സിനിമയുമാണ് കിഷ്കിന്ധ കാണ്ഡം. ഇതിനകത്ത് വേറെ വേർഡ്സ് എനിക്ക് പറയാനില്ല. ഇതിൽ കൂടുതൽ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എൻ്റെ അറിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ഇവരിൽ 3 പേരിലുമാണ് ഈ പ്രധാനപ്പെട്ട കഥ കണക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ വൈസ് മങ്കീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ 3 മങ്കീസ് എന്താണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവരിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെങ്ങനെ ഓരോ നിമിഷവും ഓരോ തരത്തിൽ ചിന്തിപ്പിക്കും. എന്നിട്ട് ഇതിനൊന്നും നമ്മളെങ്ങനെ നമ്മൾ ചിന്തിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തരത്തിലോട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദൃശ്യം ലെവൽ പടം. എനിക്ക് തോന്നുന്നു ദൃശ്യത്തിന്റെ അതേ റേഞ്ച് തന്നെയാണ് ഈ പടം. നിങ്ങൾ ഇതൊരു കേസ് അന്വേഷണമാണെന്നോ അല്ലെങ്കിൽ കുറ്റാന്വേഷണമാണെന്നോ ഒന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു സിനിമയും അല്ല. പക്ഷെ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കത്തലാണ്. ആ കത്തലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. സിനിമാറ്റോഗ്രഫി ഗംഭീര സിനിമാറ്റോഗ്രഫിയാണ്. വിഷ്വൽസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്, ഭയങ്കര റിച്ച് ക്വാളിറ്റിയാണ്. ഈ സിനിമയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. മുജീബ് മജീദ് പുള്ളിക്കാരനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അതൊരു ഒരു ക്വാളിറ്റി ഫീലാണ്. എഡിറ്റിംഗ് സൂരജ് ES ആണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ ടോട്ടലി എല്ലാത്തിൻ്റെയും അമരക്കാരൻ ദിനജിത്ത് അയ്യത്താൻ. ഒരു രക്ഷയില്ല മച്ചാനെ, നിങ്ങൾ എണ്ണം പറഞ്ഞ സംവിധായകന്മാരിൽ ഒരാൾ തന്നെ ആയിരിക്കും. ഒരു വ്യത്യാസമില്ല. മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ മലയാളത്തിൽ എണ്ണം പറഞ്ഞ സംവിധായകന്മാരിൽ ഒരാളായിരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ തന്നെ നിങ്ങളത് തെളിയിച്ചു. കാരണം അത്രയ്ക്ക് ഗംഭീരമാണ്. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിജയരാഘവൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമർ. ഈ സിനിമയുടെ ഷോ സ്റ്റീലർ പുള്ളിക്കാരനാണ്. അതുപോലെ തന്നെയാണ് ആസിഫ് അലി. കിട്ടിയ ക്യാരക്ടർ അടിപൊളിയായിട്ട്, ഇമോഷനൊക്കെ അങ്ങേറെ ഇമോഷൻ ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി ചെയ്തിട്ടുണ്ട്. അപർണ, ഒപ്പം വന്നിട്ടുള്ള ജഗദീഷ് ഏട്ടൻ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് എല്ലാം നൈസാണ്. പക്ഷെ ഈ 3 പേരും കട്ടയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനെ അപർണയെ ഒന്നുകൂടെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഫിൽട്ടർ ചെയ്ത് വെച്ചാൽ പോലും വിജയരാഘവൻ ആൻഡ് ആസിഫ് അലി 2 പേരും ഒരു രക്ഷയില്ലാത്ത ഗംഭീര അസാമാന്യ പ്രകടനം. അത് ടോട്ടലി ഈ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. എവിടെയെങ്കിലും പാളിപ്പോയിരുന്നെങ്കിൽ ടോട്ടലി ഈ സിനിമ തന്നെ പാളിപ്പോയേനെ. പക്ഷെ അതിലൊന്നും ഒരു ഇതും വരുത്താതെ ഗംഭീരമായിട്ട് ഈ സിനിമ ഒരു ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും അവസാനം ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സിലൂടെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ വാല്യൂ. സോ ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു ചെറിയ പടമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ ഈ സിനിമയെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടം നിങ്ങളത് മാത്രമാണ്. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വൗ ഫാക്ടർ കിട്ടിയിരിക്കും. മെജോറിറ്റി കിട്ടുക തന്നെ ചെയ്യും. ഇന്ന് എൻ്റെ കൂടെയുള്ള പല ഓഡിയൻസും ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ഇറങ്ങുമ്പോൾ ഞാൻ 1-2 പേരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ അത് തന്നെയാണ് ഏറ്റവും വലുത്.
അത് തന്നെയാണ് ഏറ്റവും സുന്ദരം. വയസ്സായ അപ്പാപ്പനൊക്കെ എൻ്റെ അടുത്തിരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്. ആ അങ്കിളൊക്കെ ഇരുന്ന് പറഞ്ഞ ഡയലോഗ് ഗംഭീര പടമെന്നാണ്. സോ ഒന്നും പറയാനില്ല, ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് വിട്ടോ. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കിഷ്കിന്ധാകാന്ഡ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. സോ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ഒരു ഗംഭീര പടത്തിനായി, ഒരു ഗംഭീര ഓണം സിനിമയ്ക്കായിട്ടാണ് തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്തോ കിഷ്കിന്ധാകാന്ഡ. അപ്പൊ കൂടുതൽ പറയുന്നില്ല. പുതിയ വീഡിയോസ്, റിവ്യൂസ്, റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും